ഫ്രണ്ട്സ്, മല്ലു കാനഡയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ കുറേ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവന്നിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കുറേ നാളുകളായിട്ട് അവർ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് ക്യാപ്പ്, അതിലാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 6.5% ടെമ്പററി റെസിഡൻസിൻ്റെ റേറ്റ് ഇനി അത് 5 കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വരുന്ന 3 വർഷം, അതായത് 2025, 26, 27 ഈ 3 വർഷം കൊണ്ടാണ് അവർ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലിവിടെ നല്ല രീതിയിൽ തന്നെ ജോലി കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓൾറെഡി PR-ലുള്ളവർ അല്ലെങ്കിൽ കനേഡിയൻ സിറ്റിസൺസിന് നല്ല രീതിയിൽ തന്നെ അവരൊരു അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ജോലി അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റുഡൻറ്റ് ക്യാപ്പിൽ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിച്ച് 3-4 മാസമൊക്കെ നടക്കുന്ന കുട്ടികളെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരും കഷ്ടപ്പെടാണ്. ഇവിടെ ഓൾറെഡി ഉള്ള PR-ലുള്ളവരോ അല്ലെങ്കിൽ സിറ്റിസൺസ് ആയിട്ടുള്ളവരോ കഷ്ടപ്പെടാണ്. വെറുതെ ഇനി 2 കൂട്ടർക്കും വെറുതെ ചുമ്മാ ഇവിടെ വന്ന് ചുമ്മാ സമയം കളയണേക്കാളും ബെറ്ററാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് ക്യാപ്പ്. സ്റ്റുഡൻസിനെ കുറച്ചിട്ട് ഇവിടെ നിലവിലുള്ളവർക്ക് കുറച്ച് എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ കൂടുതൽ കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇനി അടുത്തൊരു തീരുമാനം അവർ എടുത്തേക്കുന്നത് PGWP, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് നവംബർ 1 മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് പോകുന്നത്. അതായത് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു, അതായത് പഠിത്തം കഴിഞ്ഞു, അടുത്ത വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊഫിഷ്യൻസി ലാംഗ്വേജ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. ഇനി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് CLP സ്കോർ 7ഉം, സാധാ കോളേജുകളിൽ നിന്ന് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് CLB 5 വേണ്ടത്. ഇതും ഇവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് അവരത് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ വർക്ക് സൈറ്റിലാണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഉണ്ട് എന്ന് നമ്മുടെ എംപ്ലോയർക്ക് കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ PGWP അപ്ലൈ ചെയ്യുന്നവർ മാൻഡേറ്ററി പ്രൊഫഷണൽ ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത്. ഇതും വളരെ മികച്ച നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പല രാജ്യത്തു നിന്നുള്ളവരായിരിക്കും. ഇപ്പോൾ ഫിലിപ്പീൻസ് അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരായിരിക്കാം, ഇവിടുത്തെ സിറ്റിസൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കൂടുതൽ നൈജീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഉള്ള എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു ലാംഗ്വേജ് സ്കില്ല് ഇവിടെ മാൻഡേറ്ററി ആണ്, എന്തായാലും വേണം. ഇനി അടുത്തൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് സ്പൗസ് വിസയിൽ റിലേറ്റഡ് ആയിട്ടാണ്. നമുക്കറിയായിരുന്നു മുമ്പ് ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ അവരുടെ പാർട്ട്ണറെയും കൂടി ഇവിടെ കൊണ്ടുവരാമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഠിക്കുന്ന ആ ആള് 16 മന്ത്സിൻ്റെ കോഴ്സ് ചെയ്താൽ എങ്കിൽ മാത്രമാണ് അവരുടെ പാർട്ട്ണറെ ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കൊണ്ടുവരാനുള്ള എലിജിബിലിറ്റി മീറ്റ് ആകത്തുള്ളൂ. ഇവിടെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊരു പുതിയ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വന്നിട്ട് ഇവിടെ ജസ്റ്റ് വന്ന് ജോലിക്ക് പോവാത്തവരുണ്ടാവും, ഇപ്പോൾ അല്ലെങ്കിൽ വെറുതെ ക്യാഷ് ജോബ് ചെയ്യുന്നവരുണ്ടാകും, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചുമ്മാ റൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇത് കുറച്ചിട്ട് അവർക്ക് ലേബറിൽ എന്താണ് ആവശ്യം അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഈ പുതിയ അപ്ഡേറ്റ്സുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ PAL ലെറ്റർ, അതായത് പ്രൊഫഷണൽ അറ്റസ്റ്റേഷൻ ലെറ്റർ. കഴിഞ്ഞൊരു കുറച്ച് നാൾ മുമ്പ് വന്ന അപ്ഡേഷനിൽ യൂണിവേഴ്സിറ്റീസിലേക്ക് വരുന്ന കുട്ടികൾക്ക്, അതായത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന് PAL ലെറ്റർ മാൻഡേറ്ററി അല്ലായിരുന്നു. പക്ഷേ ജനുവരി 1, 2025 മുതൽ ഏതൊരു സ്റ്റുഡൻസിനും കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരാനിരിക്കുന്ന ഏതൊരാൾക്കും പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ മാൻഡേറ്ററിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുള്ളത്. ഇനിയും വരുന്ന അപ്ഡേറ്റ്സുകൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ IRCC വെബ്സൈറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. അതുകൂടാണ്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.